ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഗില്ലി റീ റിലീസ് PXL കാണാൻ വേണ്ടി വന്നെങ്ങനെയുണ്ടാ. അപ്പോൾ ഗില്ലി റീ റിലീസ് PVR PXL ഫോർമോളിൽ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അധികം പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണോ ഇതെന്ന് എനിക്കറിയില്ല. മഹേഷ് ബാബുയുടെ ഒക്കഡു എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഗില്ലി. ഒക്കഡു 2003 ഇറങ്ങിയ സിനിമയാണ്. 2004 ഗില്ലി പുറത്തിറങ്ങുന്നത്. ഒക്കഡുവിൽ ഭൂമിക ചൗളയാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ സിലിനൊഴി കാതലിലൊക്കെ ഉള്ള തേരനാമിലൂടെ വന്ന. പോക്കിരിയും അതുപോലെ തന്നെയായിരുന്നു. മഹേഷ് ബാബുയുടെ സിനിമ റീമേക്ക് ചെയ്തതായിരുന്നു പോക്കിരി. തമിഴ് പോക്കിരി തന്നെയായിരുന്നു മഹേഷ് ബാബുയുടെ സിനിമയുടെ പേര്. അപ്പോൾ വിജയുടെ റീമേക്ക് പടങ്ങളാണെങ്കിൽ പോലും വിജയ് നല്ല രസമായിട്ട് അഭിനയിച്ച കുറച്ച് സിനിമകളിലൊന്നാണ് എന്നെ സംബന്ധിച്ച് ഗില്ലി, പോക്കിരിയൊക്കെ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സിനിമ തുപ്പാക്കി, കത്തി, പോക്കിരിയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ സച്ചിൻ, ഷാജഹാൻ, എനിക്ക് വിജയുടെ കുറേ പടങ്ങൾ ഇഷ്ടമുള്ളതുണ്ട്. അപ്പോൾ ഈ സിനിമ 20 വർഷം തികയാണ് ഈ സിനിമ ഇറങ്ങിയിട്ട്. പണ്ട് 2004 അത് ഏത് തിയേറ്ററിലാണ് കണ്ടതെന്നുള്ളത് മാത്രം ഞാൻ മറന്നു. എറണാകുളത്തുള്ളൊരു തിയേറ്ററിലാണ് കണ്ടത്. എവിടെയാണ് കണ്ടതെന്നുള്ളത് കൃത്യം ഓർമ്മയില്ല. എന്തായാലും 20 വർഷങ്ങൾക്ക് ശേഷം ഞാനിത് PXL ഇരുന്ന് കാണുകയാണ്. ഇത് 4K റീമാസ്റ്റേർഡ് പ്രിൻ്റ് ആയിരുന്നോ അല്ലെങ്കിൽ എന്ത് പ്രിൻ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചില പോർഷൻസ് അടിപൊളിയായിട്ട് റീകളറും റീമാസ്റ്റർ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ സിനിമയെ മുഴുവത്താടെ നോക്കുകയാണെങ്കിൽ ഒരു 1-2% സ്ഥലങ്ങളിൽ അല്ല 1-2 പോലും പറയാൻ പറ്റില്ല. ശതമാനം പറയുകയാണെങ്കിൽ വളരെ കുറവ് പറയേണ്ടി വരും. അതായത് ഒരു 2-3 സീൻസ് റീമാസ്റ്റർ ചെയ്യാത്ത പോലെ ഇടയിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. എഡിറ്റ് ചെയ്ത സമയത്ത് ആൾ വിട്ടുപോയതാണോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാതെ പോയതാണോ അല്ലെങ്കിൽ ഫുട്ടേജ് വളരെ ഡാമേജ് വന്നുകൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞാണോ എനിക്ക് മനസ്സിലായില്ല. കാരണം ഇത് പണ്ട് ഫിലിമിലെടുത്ത സിനിമയാണ്. അത് പിന്നെ CD-യിലേക്ക് മാറ്റി, പിന്നെ ഡിജിറ്റലിലേക്ക് മാറ്റി, പിന്നെ ഇപ്പോൾ അത് റീമാസ്റ്റർ ചെയ്ത് വന്നതാണ്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു PXL കണ്ടപ്പോൾ. സൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു. വിഷ്വല് ഇത് 20 കൊല്ലം പഴക്കമുള്ള സിനിമയാണെന്ന് ആലോചിക്കണം. എന്നിട്ടും റീമാസ്റ്റർ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പഴയ വിജയനെ കണ്ട ഒരു ഫീല് രസമായിരുന്നു. എനിക്ക് വിജയനേക്കാളും ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട 2 വ്യക്തികൾ തൃഷയും പ്രകാശ് രാജാണ്. അന്ന് സിനിമ കണ്ടപ്പോഴും വിജയ് അടിപൊളിയായിരുന്നു. പക്ഷേ പ്രകാശ് രാജാണ് എന്നെ സംബന്ധിച്ച് ഗില്ലി എന്ന് പറഞ്ഞ പടത്തെ ഇത്ര ലെവലിലാക്കിയെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വില്ലൻ അത്ര കിടുവായിരുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായകനും സൂപ്പറായിട്ട് ഫീൽ ചെയ്തത്. വിജയൻ്റെ മാനറിസവും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. വിജയനെ സ്റ്റാറാക്കി മാറ്റിയ ഒരു സിനിമയാണത്. അത് കൂടാണ്ട് നല്ല രീതിയിൽ തമിഴ്നാട്ടിൽ കുറേ ദിവസങ്ങൾ ഓടിയ ഒരു സിനിമ. എനിക്കൊന്ന് 1 വർഷത്തോളം ഓടിയുന്നുണ്ട് പടം. എനിക്ക് കറക്റ്റ് അതറിയില്ല. അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എത്ര കൊല്ലം ഓടിയെന്ന് എനിക്കറിയില്ല. കൊല്ലങ്ങൾ ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഹിറ്റായിരുന്നു ഈ സിനിമ. തൃഷ അന്നും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ തൃഷയുടെ ഭംഗി വീണ്ടും കൂടിയെന്ന് പറഞ്ഞാൽ മതി. തൃഷയ്ക്ക് ഇപ്പോൾ നല്ല പ്രായമുണ്ട്. പക്ഷേ എന്താണ് തൃഷ 1-2-3 വർഷങ്ങൾക്ക് ശേഷം വന്ന് ഇപ്പം അഭിനയിക്കുന്ന പോലെ ഇരിക്കുന്നത്. തൃഷ അന്നും ഇന്നും ഭയങ്കര ഭംഗിയും ഭയങ്കര രസമാണെന്നേ. തൃഷയുടെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കര അടിപൊളിയാണ്. ഞാനും അനുഭവം ഇങ്ങനെ കോര അതിനെപ്പറ്റി സംസാരിക്കണമായിരുന്നു, പ്രകാശ് രാജിനെ പറ്റി. കാരണം പ്രകാശ് രാജിൻ്റെ ഇതിലുള്ള മുത്തുപ്പാണ്ഡ്യൻ എന്നുള്ള ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് നമ്മൾ പാണ്ടിപ്പടയിൽ കണ്ടതെന്ന് പറയേണ്ടി വരും. ഇതിനകത്ത് കുറച്ചുകൂടി റൂത്ത്ലെസ്സാണ്. പാണ്ടിപ്പടയിൽ കുറച്ചുകൂടി കോമിക്കലാണ്. ഇതിലും കോമിക്കൽ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാരക്ടറും പുള്ളി അത്ര കിഡിലിനായിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പാണ്ടിപ്പടയിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഈവൻ നമ്മുടെ പ്രകാശ് രാജിനെ നിങ്ങൾ എത്ര പേര് പണ്ടത്തെ പ്രിൻസ് എന്നുള്ള സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇരുവറിൽ വേറെ ലെവലിലെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകാശ് രാജ് എന്നുള്ളൊരു നടൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗില്ലി. അപ്പോൾ അന്ന് ഒക്കഡു എന്ന് പറഞ്ഞ സിനിമയിൽ പ്രകാശ് രാജ് തന്നെയാണ് ആ ക്യാരക്ടർ അഭിനയിച്ചതെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എത്ര പേർക്ക് ആ കാര്യം അറിയുമെന്ന് അറിയില്ല, ഇതൊരു റീമേക്ക് ആയിരുന്നു എന്നുള്ള കാര്യം. പോക്കിരി പോലെ തന്നെ. എന്തായാലും പ്രകാശ് രാജ് തകർത്തൊരു സിനിമ. ഇത് 20 വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ പണ്ടത്തെ വിജയുടെ ഈ സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള വിജയ് ഫാൻസും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള
പിള്ളേർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓ, ഇങ്ങനെയൊക്കെ പടങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലേ എന്നുള്ള സംഭവം. കാരണം മിക്കവരും ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, ഈ ജനറേഷനിലുള്ളവർ. അപ്പോൾ അവർക്കൊരു അവസരമാണ്. ഇപ്പോൾ നല്ല നല്ല മുൻകാലത്ത് ഹിറ്റായ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. അതിപ്പോൾ സ്പടികം കാണാൻ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 4K റിലീസ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഭയങ്കര അതൊരു സ്പെഷ്യൽ ഫീലിംഗ്. അതിനെപ്പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കണ്ടത് PXL ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു 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 സാറ്റിസ്ഫാക്ഷൻ നൽകി. അതും 129 രൂപ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റ്. കൂഡോസ് ടു ഫോർമോൾ PVR ഫോർ ഡൂയിങ് ദാറ്റ്. വെറും 129 രൂപക്ക് PXL ആസ്വദിക്കാനും പറ്റി. PXL തിയേറ്റർ ഇതുവരെ കാണാത്തവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു PXLനകത്ത്. ഗോഡ്സിലേക്ക് പോലും അന്ന് പിന്നെ ലോഞ്ചാണ്, അന്ന് അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ മേധാൻ കാണാൻ പോയപ്പോഴും നമ്മുടെ ബഡേമിയെ ചോട്ടമിയെ കാണാൻ പോയപ്പോഴൊന്നും ഇത്രയും ആളുണ്ടായിരുന്നില്ല. ഇന്ന് വിജയുടെ പടം എന്ന് വെച്ചാൽ അത്രയും ആൾ വന്നു. അത്ര ലോയലായിട്ടുള്ള ഫാൻസും അല്ലാത്തവരും വിജയനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും ഗില്ലി എന്നുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവരൊക്കെ രണ്ടാമത് കാണാൻ വേണ്ടി വന്നത്. അത് ഭയങ്കര എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ്. ഒരാൾ നിരാശയോടെ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല ഇന്ന് എന്തായാലും. അത് മാത്രമല്ല, ഇന്ന് സരിതയിലും എല്ലായിടത്തും രാവിലെ 8 മണിക്ക് ഷോ ഉണ്ടായിരുന്നു. ഞാനിവിടെ 9 മണിക്കത്തെ ഷോ ആണ് കണ്ടത്. അപ്പോൾ സരിതയിൽ പിന്നെ പറയണ്ട, അവിടെ ആർപ്പുളിയും ബഹളമൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ. കാരണം ലാലേട്ടൻ്റെ പടം സ്വീകരിക്കുന്ന പോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ പടം സ്വീകരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇവിടെ രജനീകാന്തിൻ്റെ പടങ്ങൾ വന്നാലും, വിജയുടെ പടങ്ങൾ വന്നാലും, സൂര്യയുടെ പടങ്ങൾ വന്നാലും, വിക്രത്തിൻ്റെ പടങ്ങൾ വന്നാലൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നത് കേരളത്തിൽ. അതൊരു വേറെ ഫീലാണ്. അത് എനിക്ക് വേർഡ്സിലൂടെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഐ വാസ് വെരി ഹാപ്പി ടു വാച്ച് ദിസ് മൂവി. പിന്നെ എന്നെക്കാളും ഭയങ്കരധികം എൻജോയ് ചെയ്ത ഒരാളും അനൂപയാണ്. കാരണം വെച്ചാൽ അനൂപ് ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പാട്ടുകളെല്ലാം കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അനൂപയ്ക്ക് കൊക്കര നോക്കുമ്പോൾ എന്ത് രസമായിരുന്നു പറയുമ്പോൾ, അത് ഭയങ്കര നൊസ്റ്റാൾജിയായിരുന്നു, ഭയങ്കര നൊസ്റ്റാൾജിയ. എൻ്റെ അഭിപ്രായത്തിൽ വിജയുടെ പോക്കിരി ഇതുപോലെ റിലീസ് ചെയ്യണം. തെരി എനിക്ക് എന്ത് ഇഷ്ടമുള്ള പടം എന്ന് പറഞ്ഞാൽ, എനിക്കൊന്ന് വിജയുടെ ഏറ്റവും ഇഷ്ടമുള്ള പടങ്ങളിലൊന്നാണ് തെരി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് തെരി, കത്തി, തുപ്പാക്കി ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമകളും, കത്തി എന്നുള്ള സിനിമ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ട. കത്തി എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് അത് മിസ്സായിപ്പോയി. അത് ഞാൻ പിന്നീടാണ് കണ്ടത്. ഒരുപാട് വൈകിയാണ് ഞാൻ സിനിമ കാണുന്നത്. പക്ഷേ ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്താണ് ആ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയില്ല. അപ്പോൾ വളരെ ചുരുക്കം പടങ്ങളെ ഞാൻ തിയേറ്ററിൽ മിസ്സായി പോകാറുള്ളൂ. പക്ഷേ വളരെ ഗംഭീരമായ ഒരു പടമായിട്ടാണ് എനിക്ക് കത്തി തോന്നിയത്. പക്ഷേ കത്തി മിസ്സായിപ്പോയി. തുപ്പാക്കിയൊക്കെ വേറെ ലെവലായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് സന്തോഷവൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രാഫി, ആ ഒരു പുകയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ വിജയ് വരുന്ന സീന്, ചാളി ആ മ്യൂസിക് ഇട്ട് അത് വേറെ ലെവലായിരുന്നു. അത് പറയുമ്പോൾ രോമാഞ്ചം വരും. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടൻ അതിനകത്ത് വില്ലനായിട്ടുണ്ട്, വിദ്യുത് ജാമാൽ. അത് കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു. അതുപോലൊരു പടം അതാണ്. ഇപ്പോൾ ആൾക്കാർ ലിയോ ഒക്കെ പറയണല്ലോ, എൻ്റെ പൊന്നെ എന്നെ സംബന്ധിച്ച് ലിയോ ഒന്നുമല്ല, തുപ്പാക്കിയൊക്കെ വേറെ സീനായിരുന്നു. തെരി, നമ്മുടെ പോക്കിരി, ആ ഫസ്റ്റ് ഹാഫല്ല ഏകദേശം ടുവേർഡ്സ് എൻഡോടുള്ള ട്വിസ്റ്റൊക്കെ എൻ്റെ അമ്മേ കിടിലനായിരുന്നു, കിടിലൻ. ഞാനാണെങ്കിൽ പോക്കിരി ഭാഗ്യത്തിന് ഞാൻ മഹേഷ് ബാബുയുടെ പിന്നെയാണ് കണ്ടത്. 2 സിനിമ നോക്കി കഴിഞ്ഞാൽ മഹേഷ് ബാബുടെയും കിടിലം പടം തരുന്നു. പക്ഷേ വിജയനോട് എന്തൊരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വിജയുടെ പോക്കിരി കാണുമ്പോൾ ഒരു വേറെ ഫീലായിരുന്നു. അത് മൊത്തത്തിൽ അതിനകത്ത് നമ്മുടെ എല്ലാവരും വടിവേലുക സീനായിരുന്നു ആ സിനിമയിൽ. ആ സിനിമ തിയേറ്ററിൽ കാണാൻ ഇനി ചാൻസ് കിട്ടി ഞാൻ എന്തായാലും പോകും. അതൊക്കെ റീമാസ്റ്റർ റിലീസ് ചെയ്താൽ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. പറയാനില്ല. ഗജ്നി സൂര്യയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ അന്യൻ പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്യൻ ഞാൻ ഈ ഗജ്നി ആയിക്കോട്ടെ അന്യനായിക്കോട്ടെ എല്ലാം തമിഴ് എല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. അതൊക്കെ ഭയങ്കര ആ കാലഘട്ടം, ആ സമയത്തുള്ള തമിഴ് മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മോനെ കിടില്. എന്തായാലും വിജയുടെ ഫാനാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ കാണണം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പം ഈ സിനിമ കാണുമ്പോൾ 20 കൊല്ലം പഴക്കമുള്ള പടമുണ്ട്, കുറേ കാര്യങ്ങൾ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. ഞാനത് പറയാം. അതായത് ആക്ഷൻ സീക്വൻസസ് അന്ന് എടുത്തതിൻ്റെ ആ ഒരു CGIയുടെ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഇവിടെ ബഡ്ജറ്റ് അത്രത്തോളം എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. സംഭവങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഗൗണ്ടമണി ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറേ പേരുണ്ട്. ചില കോമഡികൾ നമുക്ക് രസിക്കാൻ പറ്റണമെന്നില്ല. കാരണം ഇപ്പോൾ കാലഘട്ടം മാറി, കോമഡി മാറി, എല്ലാ രീതിയിലും തമിഴ് സിനിമയൊക്കെ ഭയങ്കരമായിട്ട് ഇവോൾവ്ഡായി. അതിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊരു നൊസ്റ്റാൾജിക് അനുഭവമാണ്. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ക്രിഞ്ച് അടിക്കും ചില സാധനങ്ങൾ, അത് ഡൗട്ടില്ല. പക്ഷേ ഇറ്റ് ഈസ് വർത്ത് എ വാച്ച് ഫോർ 129 rupees. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് വർത്ത് എ വാച്ച്.
ഈ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ. ഈവൻ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വീണ്ടും വന്നൊരു പടമുണ്ട്, രാക്കിളിപ്പാട്ട്. ആ സിനിമയൊക്കെ തിയേറ്ററിൽ എന്ത് രസമായിരുന്നു അറിയാമോ. അത് ഇറങ്ങിയ സമയത്ത് കാര്യമായിട്ട് ഹിറ്റാവാതെ പോയ പടമാണ്, പക്ഷെ അതിനകത്തുള്ള സസ്പെൻസും ആ പടവും വേറെ ലെവലായിരുന്നു. ജ്യോതികയുടെ കിടിലം പെർഫോമൻസ് ഒക്കെ ആയിരുന്നു ആ സിനിമ. എന്തായാലും ഇതുപോലുള്ള പണ്ടത്തെ സിനിമകൾ, നല്ല നല്ല സിനിമകൾ റിലീസ് വരട്ടെ. PXL കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ഇതുപോലെ 129 രൂപയുടെയൊക്കെ പ്രൈസ് ടിക്കറ്റ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് പടം കാണും. ഇന്ന് ഇതേ വൈകുന്നേരം ഞാനിപ്പോൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയപ്പോഴേക്കും വൈകുന്നേരത്തെ 2 ഷോയും ലക്സിൻ്റെ ആയിക്കോട്ടെ PXL ആയിക്കോട്ടെ ഓൾമോസ്റ്റ് ഫില്ലായി, ഓറഞ്ച് ആയി കിടക്കുകയാണ്. ഐ എം ആസ് എ ഫിലിം ലവർ ഐ എം സോ ഹാപ്പി. പിന്നെ ഇതിൻ്റെ മേക്കേഴ്സിനൊക്കെ ഭയങ്കര ഒരു ഫീലായിരിക്കും ഇവിടെ, അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ധരണി എന്നുള്ള ഡയറക്ടറാണ് തമിഴ് ഡയറക്റ്റ് ചെയ്തത്, തെലുങ്ക് ഡയറക്റ്റ് ചെയ്ത വേറൊരാളാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗറാണ്. കുറേ സ്ഥലങ്ങളിൽ നമുക്കൊരു വിദ്യാസാഗറിൻ്റെ കുറച്ച് ടിപ്പിക്കൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാവും. ഞാൻ ആദ്യം വിചാരിച്ചത് എ റഹ്മാനാണെന്നാണ്, പിന്നെയാണ് ഇത് വിദ്യാസാഗറാണെന്ന് മനസ്സിലാക്കിയത്. കാരണം ഇതിനകത്ത് ബ്ലാസെ പാടുന്നുണ്ട്, നമ്മുടെ ഉദിത് നാരായണൻ പാടുന്നുണ്ട്, പിന്നെ വേറെ ആരൊക്കെയാണ്, സുഖ്വിന്ദർ സിംഗ് പാടിയിട്ടുണ്ട്. ഇവരൊക്കെ പൊതുവെ എപ്പോഴും എ റഹ്മാനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സിംഗേഴ്സാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ച എ റഹ്മാൻ, പക്ഷേ എ റഹ്മാനല്ല, വിദ്യാസാഗറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തമിഴിൽ നമ്മുടെ തെലുങ്കിൽ ഒക്കടൂൽ വേറൊരാളാണ് ചെയ്തിരിക്കുന്നത്, ആരാണ് ഞാൻ മറന്നുപോയി. എനിവേസ് വർത്ത് വാച്ച്, അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ PXL കാണാൻ ശ്രമിക്കുക, അപ്പോൾ നിങ്ങൾക്ക് 2 ബോണസ് കിട്ടും. ഈ സിനിമ റിലീസും കാണാം, നിങ്ങൾക്ക് PXL എന്നുള്ള ആ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് സ്കോപ്പ് റേഷ്യോയിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്, അതുകൊണ്ട് തന്നെ ലെറ്റർ ബോക്സിംഗ് ഉണ്ട്. ലെറ്റർ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ മുകളിലും അടിയിലും ബാൻസ് വരുന്നതിന്, സൈഡിൽ രണ്ടിടത്തും ബ്ലാക്ക് ബാർ വരുന്നതിനാണ് പില്ലർ ബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലെറ്റർ ബോക്സിംഗ് ഇതിലാണ് വരുന്നത്, കാരണം നമ്മുടെ സ്ക്രീൻ ഇരിക്കുന്നത് നമ്മുടെ IMAX ടൈപ്പ് ഓഫ് റേഷ്യോ, അതായത് 1.89:1 റേഷ്യോയിലാണ് സ്ക്രീൻ ഇരിക്കുന്നത്. പക്ഷേ സിനിമ ഇരിക്കുന്നത് സ്കോപ്പ് റേഷ്യോയിലാണ്, അതായത് വളരെ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ 16:9 റേഷ്യോ രീതിയിലാണ് സ്ക്രീൻ ഇതിൻ്റെ DCP ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ DCP എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡ്രൈവ് പോലത്തെ ഒരു സാധനമുണ്ട്, ഏകദേശം ഒരു ഹാർഡ് ഡിസ്ക് പോലത്തെ സാധനം. അതിൽ പിന്നെ കീയൊക്കെ ടൈം ആകുമ്പോഴേക്കും കീ വരും, കീ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നമ്മൾ കാണിക്കുന്നത് തിയേറ്ററിൽ. അതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നില്ല. എന്തായാലും സംഭവം വളരെ സിമ്പിൾ ടേംസിൽ പറയാം, മുകളിലും അടിയിലും ബ്ലാക്ക് ബാർ ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഒരു ആസ്വാദനത്തിനൊന്നും തടസ്സപ്പെടുത്തുന്നൊന്നുമില്ല. എന്തായാലും രസമായിരുന്നില്ല, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. രണ്ടാമത് പോയി കണ്ടതിൽ എനിക്കും അനുഭവിക്കും വളരെ സന്തോഷമുള്ളൂ. എന്തായാലും വിജയ് ഫാൻസ് മറക്കാതെ പോയി കാണുക, ഈ പടമൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇതുപോലെയുള്ള റിലീസായിട്ട് വരുള്ളൂ. കാരണം ഇത് പ്രോഫിറ്റബിൾ ആയാലല്ലേ അവർക്ക് വീണ്ടും ഇങ്ങനെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ എൻ്റെ റിക്വസ്റ്റാണ്, കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൻ്റെ താഴെ ഇടുക. പിന്നെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, വിജയുടെയും സൂര്യയുടെയും അജിത്തിൻ്റെയും പേരിൽ അടി ഉണ്ടാക്കല്ലേ ഫാൻസ്, പ്ലീസ്. ഇവർ 3 പേരും നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള നല്ല സിനിമകൾ വരുന്നത്, ഈ ഫാൻസ് തമ്മിലാണ് ഈ ഫൈറ്റ്. അവർ തമ്മിലൊക്കെ ഭയങ്കര നല്ലൊരു റിലേഷനാണ് കീപ്പ് ചെയ്യണത്. വെറുതെ അടിയുണ്ടാക്കി കമൻസിൽ വെറുതെ നിങ്ങൾ സ്വയം മണ്ടന്മാരാവല്ലേ. കാരണം അവർ തമ്മിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈവൻ മമ്മൂക്ക ലാലേട്ടൻ്റെ കേസിൽ അവരിപ്പോൾ സുഹൃത്തുക്കളാണ്, പക്ഷേ ഫാൻസ് തമ്മിൽ മുട്ടനടിയാണ്. അത് ഭയങ്കര കോമഡിയാണ്. അത് എത്ര പറഞ്ഞു കൊടുത്താലും ചിലവന്മാർക്ക് മനസ്സിലാവില്ല എന്നുള്ള. എന്തായാലും എല്ലാ സിനിമകളും ഇതുപോലെ നല്ല നല്ല സിനിമകൾ റിലീസായിട്ട് വരട്ടെ, ഇത്ര പറയാനുള്ളൂ. ഞാൻ ഇന്ന് പറ്റിയ ലവ് സെക്സ് ഓർ ദോക്ക 2 കാണാൻ ശ്രമിക്കാം. ഇന്ന് രാവിലെ കാണാമെന്ന് വിചാരിച്ചാണ്, അപ്പോഴാണ് ഗില്ലി റിലീസ് ഉണ്ടെന്നുള്ളത് ഇന്നലെ രാത്രി ഇവർ ചാർട്ട് ചെയ്തത്. ഇപ്പോൾ ഫോറമോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രാത്രി ആകുമ്പോഴാണ് പുതിയ അടുത്ത ദിവസത്തെ ചാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇന്നലെ ഇത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇത് തന്നെ പോകാമെന്നുള്ളത്. അപ്പോൾ ലവ് സെക്സ് ഓർ ദോക്ക ഇന്ന് വേറെ ഷോ ഉണ്ട്, ഞാൻ അത് പറ്റിയ മാക്സിമം ഞാൻ പോയി കണ്ടു നോക്കിയിട്ട് അഭിപ്രായം ഇടാം. ബാക്കി എല്ലാ മൂവിയും കണ്ടു. ഇനിയിപ്പോൾ ഞാൻ അമ്മേനെയും മോനുവിനെയും അനുഭവമായിട്ട് ആവേശം 2ാമത് കാണാൻ പോകുന്നുണ്ട്. വേറൊരു തിയേറ്ററിലാണ് പോകുന്നത്, വനിതയിലല്ല, ഫോർമോളിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മോനുവിനെ ഫോർമോളിലേക്ക് എങ്ങനെ എത്തിക്കും എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കറക്റ്റായിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ആവേശം മറ്റേ ഫോർമോളിലേക്ക് DCP കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ ഇത് എന്ന് വരും എന്നുള്ളത് അറിയാൻ പാടില്ല. അമ്മയ്ക്ക് മോനുവിനാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഈ പടം കാണാനായിട്ട്. അമ്മ എന്നോട് പറഞ്ഞാൽ നമുക്ക് വേഗം പോയി കാണാം. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഞാൻ വേറെ സ്ഥലത്ത് എടുത്തിട്ടുണ്ട്. എന്തായാലും അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. 4K ഡോൾബി അറ്റ്മോസ് ഒരു തിയേറ്റർ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വരും, അതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ആവേശം ഞാനും ഇവൻ 2ാമത് കാണാൻ പോകുന്നത്, അമ്മയും മോനും ആദ്യമായിട്ടായിരിക്കും. മോനും എന്തായാലും എൻജോയ് ചെയ്യും. ഓൾറെഡി മോനും ഇങ്ങനെ ഈ അടി വെടിപ്പടങ്ങളും മോനിന് ഭയങ്കര ഇഷ്ടമാണ്. RDX ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്, വരത്തം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്, ഗോഡ്സില പോലെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയന്. അപ്പോൾ
പക്ഷേ ഗോഡ്സിൽ എനിക്ക് അവനെ കാണിക്കാൻ പറ്റിയില്ല. കാരണം അവനെ വീൽ ചെയറിലോ അല്ലെങ്കിൽ വീൽ ചെയറിൽ അവൻ ഇരിക്കില്ല അത് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ടാലേ അവനെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. അവൻ ഇരിക്കാൻ ഭയങ്കര മടി കാണിക്കുന്ന ഒരാളാണ് വീൽ ചെയറിനകത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റുന്ന തിയേറ്റർ നിങ്ങളുടെ അറിവിൽ 4K ഡോൾബി അറ്റ്മോസുള്ള, അതായത് ഇപ്പോൾ കാർ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ കൊണ്ടുപോയി തിയേറ്ററിലേക്ക് കയറ്റിയിരുത്താൻ പറ്റുന്ന ഏതെങ്കിലും തിയേറ്റർ ഉണ്ടെങ്കിൽ പറയണം. സ്റ്റെപ്പുകളൊന്നും ഇല്ല. അതിപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ എം സിനിമാസൊക്കെ അങ്ങനെയാണ്. അതായത് നമുക്ക് ജസ്റ്റ് കാർ പാർക്ക് ചെയ്ത് നേരെ നടത്തി അവനെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറ്റാം, സ്റ്റെപ്പുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും തിയേറ്റർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ അങ്ങനത്തെ കുറച്ച് തിയേറ്റേഴ്സ് കണ്ട് കെ സിനിമാസ്, പക്ഷേ കെ സിനിമാസ് കുറച്ച് കൂടുതൽ ദൂരം അകത്ത് നടക്കാനുണ്ട്. അപ്പോൾ അത് എത്രത്തോളം മോന് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള തിയേറ്റർ, കാരണം 4K ലേസർ വിത്ത് ഡോൾബി അറ്റ്മോസ് ഉള്ളൊരു തിയേറ്ററാണ് കെ സിനിമാസ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ആ തിയേറ്ററിൽ പോയി സിനിമ കാണണം. അവിടെ 2 സ്ക്രീനുണ്ട്, 1 ഉം 2 കണ്ടു നോക്കണം എന്നുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഞാൻ പോയി കാണാൻ ശ്രമിക്കാം. വേറെ കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരിഗണിക്കുക, അത്ര പറയാനുള്ളൂ. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിൻ്റെ അതുപോലെ സിനിമയുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റായിട്ട് ഇടുന്നുണ്ട്. എടുത്തു നോക്കുക സമയം കിട്ടുമ്പോഴൊക്കെ. അത്രേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ.